ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. ഈ വെബ്സൈറ്റ് ഇനിഷ്യലി ഒരു 1000 യൂസേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സഡൻലി നിങ്ങളുടെ വെബ്സൈറ്റ് ഹിറ്റായി. ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റ് 1 lakh യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് വരുന്ന നമ്പർ ഓഫ് റിക്വസ്റ്റ് ഹൈ ആയി. കാരണം ട്രാഫിക് കൂടി. മോർ നമ്പർ ഓഫ് യൂസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ മോർ നമ്പർ ഓഫ് റിക്വസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് ഇപ്പം വരുന്നുണ്ട്. ഇത് കാരണം നിങ്ങൾ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ വെബ്സൈറ്റ് സ്ലോ ആയിട്ട് യൂസേഴ്സിന് ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവാനും തുടങ്ങി. ഈ ഇഷ്യൂസിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്കൊരു സെർവർ ഉണ്ടായിരുന്നു. ഈ സെർവറിലോട്ട് വരുന്ന നമ്പർ ഓഫ് റിക്വസ്റ്റ് കൂടി. അതുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് സ്ലോ ആയിട്ട് ലോഡാവാൻ തുടങ്ങി. വെബ്സൈറ്റ് ഇടയ്ക്ക് ഡൗൺ ആവാനും തുടങ്ങി. എന്ന് വെച്ചാൽ ഈ സെർവർ ഡൗൺ ആവാനും തുടങ്ങി. ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവറിൻ്റെ എബിലിറ്റി ടു ഹാൻഡിൽ ഇൻക്രീസിങ് നമ്പർ ഓഫ് റിക്വസ്റ്റ്. സെർവറിലോട്ട് ഉള്ള റിക്വസ്റ്റിൻ്റെ കൗണ്ട് കൂടുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സെർവറിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. ഇത് മെയിൻലി 2 രീതിയിലാണ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആൻഡ് വെർട്ടിക്കൽ സ്കെയിലിംഗ്. ആദ്യം നമുക്ക് വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കൊരു സെർവർ ഉണ്ടായിരുന്നു. ഈ സെർവറിലോട്ട് വരുന്ന റിക്വസ്റ്റ് കൂടി. അത് കാരണം നിങ്ങളുടെ സെർവർ ഡൗൺ ആവാൻ തുടങ്ങി. വെബ്സൈറ്റ് സ്ലോ ആയിട്ട് ലോഡ് ആവാനും തുടങ്ങി. ഇതിനെ മോർ CPU, മോർ റാം ആൻഡ് മോർ ഡിസ്ക് കൊടുത്ത് സോൾവ് ചെയ്യുന്നതിനെ നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയും. ഇനി ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്. ഒരു സെർവറിന് പകരം നമ്മൾ മൾട്ടിപ്പിൾ സെർവേഴ്സിനെ കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് വരുന്ന റിക്വസ്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈ സർവേഴ്സിലോട്ട് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000 റിക്വസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് വരികയെന്ന് വിചാരിച്ചോ. അന്നേരം കുറച്ച് റിക്വസ്റ്റ് ഈ സെർവറിലോട്ടും കുറച്ച് ഇതിലോട്ടും കുറച്ച് ഇതിലോട്ടും കുറച്ച് ഇതിലോട്ടും കൊടുക്കും. അങ്ങനെ നിങ്ങൾ ആ റിക്വസ്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിലൂടെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൻ്റെയും വെർട്ടിക്കൽ സ്കെയിലിങ്ങിൻ്റെയും പ്രോസും കോൺസും നോക്കാം. ആദ്യം വെർട്ടിക്കൽ സ്കെയിലിംഗ്. വെർട്ടിക്കൽ സ്കെയിലിങ്ങിൻ്റെ പ്രോസ് എന്തൊക്കെയാണ്? വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ നമുക്കൊരു സെർവറേ ഉള്ളൂ. ആ സെർവറിൻ്റെ CPUവും റാമും ഡിസ്കും നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ഇംപ്ലിമെൻറ്റേഷനാണ്. ഈസി ടു മാനേജ്. കോൺസ് എന്തൊക്കെയാണ്? ഒരു സെർവറേ ഉള്ളൂ. ആ സെർവർ ഡൗൺ ആയാൽ നമുക്ക് റിക്വസ്റ്റ് ഒന്നും സർവ് ചെയ്യാൻ സാധിക്കില്ല. സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ.
പിന്നെ ഹാർഡ്വെയർ ലിമിറ്റ്സ് ഉണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് CPU റാമും ഡിസ്കും കൂട്ടുവാണല്ലോ. മാക്സിമം ഒരു ലിമിറ്റ് വരെയല്ലേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഹാർഡ്വെയർ ലിമിറ്റ്സ്. ഇനി ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിലോട്ട് വരുമ്പോൾ എന്താണ് പ്രോസ്? ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ സർവേഴ്സിനെ കൊണ്ടുവരികയായിരുന്നു. അന്നേരം സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ ഇല്ല. കാരണം മൾട്ടിപ്പിൾ സർവേഴ്സ് ഉണ്ട് ഇവിടെ റിക്വസ്റ്റ് സർവ് ചെയ്യാനായിട്ട്. നോ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ. പിന്നെ എന്താണ്, ഇവിടെ നമുക്ക് എന്തോരം വേണമെങ്കിലും സ്കെയിൽ ചെയ്യാൻ സാധിക്കും. വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ നമുക്ക് ഹാർഡ്വെയർ ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ സർവേഴ്സിനെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് പിന്നെ കോൺസ് വരിക? വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ ഒരു സർവറേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ മൾട്ടിപ്പിൾ സർവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് മാനേജ്മെൻറ്റ് കോംപ്ലക്സ് ആണ്. പിന്നെ ഇവിടെ ലോഡ് ബാലൻസിങ് ആവശ്യമായിട്ട് വരും. ലോഡ് ബാലൻസിങ് ഇവിടെ കുറേ സർവേഴ്സ് ഉണ്ട്. ഈ സർവേഴ്സിലോട്ടൊക്കെ നമുക്ക് റിക്വസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേണമല്ലോ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ലോഡ് ബാലൻസിങ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേസമയം വെർട്ടിക്കൽ സ്കെയിലിങ്ങിൻ്റെ കേസിൽ ഒരൊറ്റ ഒരു സർവറേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ റിക്വസ്റ്റും ആ ഒരു സർവറിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.